അടുത്തത് വൃശ്ചികക്കൂറാണ്. സ്കോർപ്പിയോ എന്നാണ് അതിന് പറയുക. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഇവരുടെ 5-ാം ഭാവം, അതായത് മീനം രാശിയിൽ വരുന്ന ഗ്രഹങ്ങൾ ശനിയും ചൊവ്വയും ബുധനും മീനത്തിലാണ്. സൃഷ്ടിപരമായിട്ടുള്ള കർമ്മങ്ങളിൽ അതായത് ക്രിയേറ്റീവായിട്ടുള്ള ജോലികളും മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വാസ്തുവിദ്യാപരമായിട്ടുള്ളത്, കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഡിസൈനിങ്ങിൽ ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളതാണ് ഈ സമയം. അതിൽ അവരുടെ ജോലിയിൽ കുറച്ച് അഭ്യുന്നതി കൂടുതലായിട്ടുണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ധനപരമായിട്ട് മുൻകൂട്ടി ചെയ്തിരുന്നതായിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം കിട്ടാനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. മറ്റ് രോഗങ്ങളും ഒന്നും പുതുതായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. രോഗങ്ങൾ ഉള്ളവർക്ക് അത് കുറേശ്ശെ കുറഞ്ഞു വരുന്നതായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. കുടുംബത്തിലും അസ്വസ്ഥതകൾ കാണുന്നില്ല. സന്തോഷകരമായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള കുടുംബാന്തരീക്ഷം നിലനിൽക്കും. ഇവർക്ക് പരിഹാരം ആയിട്ട് പറയുന്നത് ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ ഹനുമാൻ്റെ മന്ത്രങ്ങൾ ജപിക്കുകയോ ഹനുമാൻ ചാലീസ മുതലായിട്ടുള്ളവ ജപിക്കുന്നതും ഒക്കെ അനുകൂലമാണ്. അതുപോലെ ഹനുമാന് വെണ്ണ നിവേദ്യം നടത്തുക, ശിവക്ഷേത്ര ദർശനവും ഇത് അനുകൂലമായിട്ടുള്ള ഫലം തരുന്നതാണ്.